സർവീസിൽ നിന്നും വിരമിക്കുന്ന മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമന് ജനകീയ സംഘാടക സമിതി നൽകുന്ന യാത്രയപ്പ് 27-ന് നടക്കും. മണ്ണാർക്കാട് അരക്കുറിച്ചി ക്ഷേത്ര മൈതാനിയിൽ വൈകിട്ട് 3-ന് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിരവധി നേട്ടങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഈ ബാങ്കിന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. നമ്മുടെ കേരളത്തിൽ ഒരു ബാങ്കാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുള്ളത്. ആ ഒരു ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കാണ് എന്ന് പറയുന്നതിൽ അതിൻ്റെ സെക്രട്ടറിക്ക് തീർച്ചയായും അഭിമാനിക്കാവുന്നൊരു നേട്ടമായി ഇന്നും നിലനിൽക്കുകയാണ്. അതുപോലെ സുവർണം ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതി, അതുപോലെ തന്നെ കേരളത്തിലെ നിർണായകമായ ഇടപെടലായി മാറിയ സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ ഇടപെടലായി മാറിയ മുറ്റത്തുമുല്ല, അതുപോലെ തന്നെ പ്രതിസന്ധികൾ വരുമ്പോൾ സമൂഹമാകെ അഭിമുഖീകരിച്ച പ്രതിസന്ധിയായ കോവിഡ് വന്നപ്പോൾ RT-PCR ലാബ് തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. അത് കേരളത്തിന് തന്നെ മാതൃകയായി തീർന്നു എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ ഒരു സ്ഥാപനത്തെ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി സാമ്പത്തിക കാര്യ സ്ഥാപനം എന്നതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തിൻ്റെ ആകെ വളർച്ചയുടെ ഘടകമാക്കി മാറ്റാൻ കഴിഞ്ഞതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഇന്ന് കേരളത്തിൽ ഉള്ള സഹകരണ സെക്രട്ടറിമാരിൽ 35 വർഷക്കാലം സെക്രട്ടറി ആയിരുന്ന ഒരു റെക്കോർഡ് കൂടി ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം സഹകരണ സ്ഥാപനത്തിൽ നിന്ന് അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഈ 31 കൂടി ഒഴിവായി പോകുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിനൊരു നല്ല യാത്രയപ്പ് നൽകണമെന്ന് ജനങ്ങളാകെ ആവശ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് അതിനൊരു സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. കൃഷിമന്ത്രി പി പ്രസാദ് മുഖ്യാതിഥിയാകും. എൻ ഷംസുദ്ദീൻ MLA അധ്യക്ഷനാകും. സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി, കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ, KTDC ചെയർമാൻ PK ശശി, EN സുരേഷ് ബാബു, KP സുരേഷ് രാജ്, നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ, സ്ഥാപക പ്രസിഡന്റ് M ഉണ്ണീൻ എന്നിവർ സംസാരിക്കും. മുൻ ജനപ്രതിനിധികൾ, വിവിധ തദ്ദേശ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സഹകരണ വകുപ്പ് ജീവനക്കാർ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് ഗായകൻ വിധു പ്രതാപും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും നടക്കും. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഹകരണ മേഖലയിൽ നിന്നും സർക്കാരിന് സഹായം ചെയ്തുകൊണ്ട് വീടുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും അവർക്ക് മറ്റ് വിഭാഗങ്ങൾ ചെയ്യുന്ന കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ ജീവനക്കാരുടെ സംഭാവനയും സ്ഥാപന സംഭാവന ഉൾപ്പെടെ ഏതാണ്ട് 1.5 കോടിയിലധികം രൂപ ഈ സ്ഥാപനം കൊടുക്കുകയും അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ള സാമ്പത്തിക രംഗത്തിന് പുറമെ അതിന് നേതൃത്വം കൊടുക്കുക, മറ്റ് ആൾക്കാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജീവനക്കാരായാലും പൊതുസമൂഹത്തെ ആയാലും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും വ്യാപാരികളെയായാലും അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ സഹായിക്കുക. നേരത്തെ അറിയാം നമ്മളെ റോഡ് പൊളിച്ചു മാറ്റി കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അനന്ത ലോൺ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരികൾക്ക് പ്രത്യേകമായി വായ്പ കൊടുക്കാൻ കഴിഞ്ഞു. ഈ കോവിഡ് കാലത്ത് ട്രേഡ് ലോൺ രൂപീകരിച്ച് അത് കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ സമൂഹം പകച്ചു നിൽക്കുന്ന ഘട്ടങ്ങളൊക്കെ തന്നെ ആ സമൂഹത്തെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർക്ക് സഹായം കൊടുത്തുകൊണ്ട് ഒരു സാമ്പത്തിക സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് നമുക്ക് കേരള സംസ്ഥാനത്തിനകത്തിന് കാണിച്ചു കൊടുത്ത ഒരു മഹാനായ ഒരു സഹകാരിയാണ് ശ്രീ പുരുഷോത്തമൻ. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ PN മോഹനൻ, TR സെബാസ്റ്റ്യൻ, S അജയ്കുമാർ, റഷീദ് ബാബു, PK മോഹൻദാസ്, P രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.